ഹായ് ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ ആലപ്പുഴ ബീച്ചിൽ പോവാണേ. അവിടെ ബീച്ച് കാർണിവൽ നടക്കുകയാണ്. പോകുന്ന വഴിയിലെ അതിമനോഹരമായ കുട്ടനാടൻ കാഴ്ചകളാണ് കേട്ടോ ഇതൊക്കെ. അങ്ങനെ ഞങ്ങൾ ബീച്ചിലെത്തി. ആളുകളൊക്കെ വന്നു തുടങ്ങുന്നേ ഉള്ളായിരുന്നു കേട്ടോ. നൈറ്റിലെ ആളുകളൊക്കെ വരുള്ളൂ. നൈറ്റിലാണല്ലോ നല്ല ഭംഗി അവിടെ കാണാനായിട്ട്. ഞങ്ങൾ പിന്നെ ഇച്ചിരി നേരത്തെ ഇങ്ങ് എത്തിയെന്നേ ഉള്ളൂ. ആദ്യോടും കുഞ്ഞാറ്റോടും പറഞ്ഞ് വെയിൽ ഇച്ചിരിയുടെ മങ്ങിയിട്ട് നിങ്ങളെ കടലിൽ ഇറക്കാന്ന് പറഞ്ഞു കേട്ടോ. ആദ്യമൊക്കെ ഇച്ചിരി ഒരു മുഖം ചുളിച്ച്, അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഓക്കെ പറഞ്ഞു കേട്ടോ. ഇതാണ് മരണക്കിണർ. ഇതൊക്കെ നൈറ്റിലെ ഓപ്പൺ ആവുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ കുഞ്ഞു പിള്ളേർക്കും വലിയവർക്കും എല്ലാം എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു അവിടെ കേട്ടോ. ഞങ്ങൾ പിന്നെ അതെല്ലാം ചുറ്റി നടന്ന് കണ്ട്. എന്ന് വെച്ചാൽ ഒന്ന് വെയിൽ മങ്ങുന്ന വരെ ഒന്ന് അതുവഴിയൊക്കെ നടക്കണമല്ലോ. അത് കഴിഞ്ഞിട്ട് വേണം അവരെ നമുക്ക് ബീച്ചിൽ ഇറക്കാനായിട്ട്. ആദ്യം കുഞ്ഞാറ്റയും ചെരുപ്പൊക്കെ കൈ പിടിച്ച് നടക്കും കേട്ടോ. അതിനകത്ത് ഇങ്ങനെ പൊടിമണ്ണ് വീഴുമ്പോൾ ഭയങ്കര ഇറിറ്റേഷൻ ആണെന്ന് പറഞ്ഞ് ആദ്യക്കൂട്ടം പിന്നെ അവൻ്റെതായ രീതിയിൽ ഭയങ്കര എൻജോയ് ചെയ്യായിരുന്നു കേട്ടോ. തലകുത്തി മറിയുമായിരുന്നു. കുഞ്ഞാറ്റയ്ക്ക് പിന്നെ അതും പറ്റാത്തതുകൊണ്ട് ആ മൂലയ്ക്ക് മാറിയിരുന്ന് മണ്ണ് വരി കളിക്കുകയായിരുന്നു കേട്ടോ. കളിച്ചു കേട്ടോ. ഞാനും അഭിഷേകനും പിന്നെ കുറേ നേരം സെൽഫി ഒക്കെ എടുത്ത് ഞങ്ങളും കുറച്ച് എൻജോയ് ചെയ്ത് അതുവഴിയെല്ലാം കറങ്ങി അടിച്ച് ഞങ്ങൾ നടക്കും. ത്തേക്കും ഇരുട്ടാറായപ്പോൾ ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ രണ്ടും ഇറങ്ങിക്കോളാൻ പറഞ്ഞു കേട്ടോ. അവരെ ഇറക്കി. അവർ നന്നായിട്ട് അങ്ങ് എൻജോയ് ചെയ്ത്. ഇതാണ് കടൽപ്പാലം കേട്ടോ. അതെല്ലാം പോയി ഇപ്പോൾ ഒരുപാട് വർഷമായല്ലോ. പിന്നെ ഇവർക്ക് നമ്മൾ ബീച്ചിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് വേറെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വേറെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മവിശയുടെ പിന്നെ അവരുടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ഒരുപാട് എടുത്ത് കേട്ടോ. കുറേ നേരം കഴിഞ്ഞപ്പോൾ തണുത്ത് വിറയ്ക്കാൻ തുടങ്ങി രണ്ടുപേരും. പിന്നെ അങ്ങ് കയറി കേട്ടോ. പിന്നെ കയറി അവിടെ വാഷ്റൂം ഉണ്ടായിരുന്നു. അവിടെ പോയി നമ്മൾ കുളിപ്പിച്ച് വേറെ ഡ്രസ്സൊക്കെ ഇട്ട് ഒരു വിധത്തിൽ നമ്മൾ ഇങ്ങനെ കയറി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ചൂട് കപ്പ വേവിച്ചതും അടിപൊളി കക്കയിറച്ചിയും. ആർക്കൊക്കെ ഇഷ്ടമാണ് ഗൈസ് പറയൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കപ്പ വേവിച്ചതും കക്ക ഇറച്ചിയും. ഇതാണ് ആദ്യക്കൂട്ടിൽ നമ്മൾ ചൂട് ഏത്തയ്ക്കാപ്പം വാങ്ങിച്ചു കൊടുത്ത്. കുഞ്ഞാറ്റയ്ക്ക് എന്തോ വേറെ എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്തു കേട്ടോ. ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കഴിക്കുകയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് പക്ഷേ ഇഷ്ടപ്പെട്ടത് കപ്പയും കക്കയിറച്ചി കേട്ടോ. ഞാൻ കൂടുതലും കഴിച്ചത് കപ്പയും കക്കയിറച്ചിയും തന്നെയാണ്. പിന്നെ നല്ല ചൂട് ചായയൊക്കെ കുടിച്ച് നന്നായിട്ട് അങ്ങ് എൻജോയ് ചെയ്ത് അവിടെ. പിന്നെ ഗെയിമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അഭിഷേകൻ ഞങ്ങളോട് പറഞ്ഞതാ ഗെയിം കളിക്കാൻ പോകണ്ട, കിട്ടില്ല എന്ന്. ഞാനും കുഞ്ഞാറ്റല്ല കേട്ടോ. ഞാനും ആദ്യക്കൂട്ടനും സമ്മതിച്ചില്ല കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും കളിച്ച് ഞങ്ങൾ 8 നില പൊട്ടി. ഒന്നും കിട്ടിയില്ല. ഒരു സാധനം ഞങ്ങൾക്ക് കിട്ടിയില്ല. ഞങ്ങൾ പിന്നെ അതുവഴിയെല്ലാം എൻജോയ് ചെയ്തു. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നടന്നപ്പോൾ ദേണ്ടേ അപ്രതീക്ഷിതമായിട്ട് ഞങ്ങളുടെ കസിൻസിനെ കണ്ടു കേട്ടോ. അവരും പ്രതീക്ഷിച്ചില്ല ഞങ്ങളെ കാണുമെന്ന് കേട്ടോ. പിന്നെ കുറേ നേരം അവരുമായിട്ട് സംസാരിച്ച്. കുഞ്ഞുണ്ടായിരുന്നു. കുഞ്ഞിനെയൊക്കെ എടുത്ത് അതുവഴിയൊക്കെ നടന്നു. പിന്നെ ആദ്യക്കുട്ടനും കുഞ്ഞാറ്റയ്ക്കും അവർ ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചു കൊടുത്തു കേട്ടോ. അപ്പം ഇങ്ങനെ വന്നപ്പോൾ ദേണ്ടേ ഉപ്പിലിട്ടതൊക്കെ കേട്ടോ. ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു, ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞങ്ങളതൊന്നും വാങ്ങിച്ചില്ല. അതെല്ലാം കണ്ടിട്ട് ഞങ്ങളിങ്ങ് മാറി. പിന്നെ ഒരുപാട് രാത്രിയായിട്ടോ. അപ്പം ഞങ്ങൾ വിചാരിച്ചെങ്കിൽ തിരിച്ചിനി വീട്ടിൽ പോയേക്കാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ. എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.